ഫുട്ബോൾ ചരിത്രത്തിലെ ഒരു അമാനുഷിക പോരാട്ടത്തിനായിരുന്നു കാനഡയിലെ ടോറന്റോ സ്റ്റേഡിയം കളമൊരുങ്ങിയിരുന്നത്. ലോക ഫുട്ബോളിലെ രണ്ട് ഇതിഹാസങ്ങളിൽ ഒരുവിന്റെ അവസാന മത്സരമായിരിക്കുമെന്ന യാഥാർത്ഥ്യം അവിടെ തിങ്ങി നിറഞ്ഞ കാണികളിൽ വലിയൊരു ഭാരമായി നിറഞ്ഞിരുന്നു. അതെ, രണ്ട് രാജ്യങ്ങളുടെ മുഴുവൻ പ്രതീക്ഷയും ചുമലിലേറ്റി അവസാന ലോകകപ്പിനായി ബൂട്ട് കെട്ടിയ റോണോയും ലൂക്കയും വായു നിറഞ്ഞ ആ തുകൽപന്ത് കൊണ്ട് കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയം കവർന്ന രണ്ട് ഇതിഹാസങ്ങളിൽ ഒരുവിന്റെ പടിയിറക്കം, ദ ലാസ്റ്റ് ഡാൻസ്. മത്സരത്തിന്റെ ആദ്യ പകുതി പൂർണ്ണമായും പോർച്ചുഗലിന്റെ കയ്യിലായിരുന്നു. വിങ്ങുകളിൽ നിന്ന് ലിയോയും നെറ്റോയും ക്രൊയേഷ്യൻ പ്രതിരോധ കോട്ടയെ നിരന്തരം വിറപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ലിവാക്കോവിച്ച് എന്ന ക്രൊയേഷ്യൻ മതിൽ അവിടെ പാറ പോലെ കാവലുണ്ടായിരുന്നു. പക്ഷേ കളി മാറിയത് രണ്ടാം പകുതിയിലാണ്. 53-ാം മിനിറ്റിൽ പോർച്ചുഗീസ് ഡിഫൻസിന്റെ നെഞ്ചു പിളർത്തിക്കൊണ്ട് ഇവാൻ പെരിസിച്ച് ആ മാരക ഗോൾ നേടി. പോർച്ചുഗൽ 0, ക്രൊയേഷ്യ 1. റൊണാൾഡോയുടെയും ലക്ഷക്കണക്കിന് ആരാധകരുടെയും നെഞ്ചെടുപ്പേറിയ നിമിഷങ്ങൾ. പിന്നീട് ടോറന്റോ കണ്ടത് ശ്വാസം മുട്ടിക്കുന്ന വാർനാടകങ്ങളാണ്. റൊണാൾഡോ അടിച്ച ഒരു ഗോൾ ഓഫ്സൈഡ് വിധിച്ച് റഫറി നിഷേധിച്ചു. ടോറന്റോ നിശബ്ദമായി പോയി. എന്നാൽ കളി തീരാൻ വെറും 20 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ ബോക്സിനുള്ളിൽ വെച്ച് റെനാറ്റോ വൈഗയെ ക്രൊയേഷ്യയുടെ വ്ലാസിച്ച് ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു. റഫറി ഒട്ടും മടിക്കാതെ പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. ദാറ്റ്സ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോർ യു. സമ്മർദ്ദ ഘട്ടങ്ങളിൽ ഈ മനുഷ്യന്റെ ചോര തിളയ്ക്കും. 41-ാം വയസ്സിലും ലോകകപ്പ് നോക്കൌട്ടിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന ഹിസ്റ്റോറിക് റെക്കോർഡോടെ കിങ് റൊണാൾഡോ പോർച്ചുഗലിനെ കളിയിലേക്ക് മാസായി തിരികെ കൊണ്ടുവന്ന നിമിഷം. അവിടെ നിന്ന് കളി തിരിയുകയായിരുന്നു. കളിയുടെ അധിക സമയത്തേക്ക് നീങ്ങുമെന്ന് സ്റ്റേഡിയത്തിലെ ഓരോ കാണിയും ഉറപ്പിച്ച നിമിഷങ്ങളായിരുന്നു പിന്നീട് കടന്നുപോയത്. എന്നാൽ കളിയിലെ യഥാർത്ഥ ഹീറോ ബെഞ്ചിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. 94-ാം മിനിറ്റിൽ വിങ്ങർ റാഫേൽ ലിയോ നൽകിയ ആ മനോഹരമായ ക്രോസ് ഒരു മാരക രോഗത്തോട് പൊരുതി ആശുപത്രി കിടക്കയിൽ നിന്ന് അത്ഭുതകരമായി തിരിച്ചു വന്ന ഗോൺസാലോ റാമോസ് തകർപ്പൻ ഹെഡറിലൂടെ വലയിലാക്കി. പോർച്ചുഗൽ 2, ക്രൊയേഷ്യ 1. ഗോൾ പിറന്നയുടൻ ലിയോ പിച്ചിൽ മുട്ടുകുത്തി വീണു കരയുന്നു. സ്റ്റേഡിയത്തിൽ പോർച്ചുഗീസ് ആരാധകരുടെ കടൽ ഇരമ്പുന്നു. അതെ, പോർച്ചുഗൽ പ്രീ കാർട്ടിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ ഫുട്ബോൾ ലോകം ആ വലിയ കണ്ണീർ കാഴ്ചയ്ക്കും സാക്ഷ്യം വഹിച്ചു. ക്രൊയേഷ്യയുടെ മാന്ത്രികൻ ലൂക്ക മോൺട്രിച്ച് തന്റെ 40-ാം മാച്ചിൽ ആ ലോകകപ്പ് വേദിയിൽ നിന്നും പടിയിറങ്ങുകയാണ്. തന്റെ അവസാനത്തെ ലാസ്റ്റ് ഡാൻസ് കണ്ണീരോടെ അവസാനിപ്പിച്ച് മോൺട്രിച്ച് മടങ്ങുമ്പോൾ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരുടെ നെഞ്ചും തകരുകയാണ്. എന്നാൽ റൊണാൾഡോയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾക്ക് ഇനിയും ആയുസ്സുണ്ട്. അടുത്ത റൗണ്ടിൽ അവർ നേരിടുന്നത് ശക്തരായ സ്പെയിനിനെയാണ്. റൊണാൾഡോയ്ക്ക് തന്റെ കരിയറിലെ അവസാന കനക കിരീടം ഉയർത്താനാകുമോ?